ഹറാമ് പൊറുക്കൂന്നാ പറയുന്നു. നമ്മുടെ ഹറാമുകൾ ഒന്നും ചെയ്യണ്ട, അവിടെ ജമാഅത്തിന് കാത്തുനിന്നാൽ മതി. അതിനെക്കുറിച്ച് മാത്രം ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് അതിമനോഹരമായ ഒരു കിതാബ് തന്നെയുണ്ട്. 4 സ്വലാത്തു തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ച് ഹദീസിലുണ്ടല്ലോ, ചെറുതും രഹസ്യവും പരസ്യവും ഏത് ദോഷവും പൊറുക്കുമെന്ന് ഹദീസിൽ കാണാം. തസ്ബീഹ്സ്കാരം അത് റമദാൻ 27-ന് പ്രത്യേകം നിബന്ധനയുള്ള ഒരു നിസ്കാരമൊന്നുമല്ല. സമയം കണ്ടെത്തിയിട്ട് നിസ്കരിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് ഈ അടുത്തൊരു ഉമ്മാമ മരിച്ചുപോയി. 83-ാമത്തെ വയസ്സിലാണ് ആ പെണ്ണുങ്ങൾ മരിക്കണത്. അവരെല്ലാ ദിവസവും തസ്ബീഹ്സ്കരിക്കും. എല്ലാ ദിവസവും ളുഹാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 9:30-10 മണിക്ക് തസ്ബീഹ്സ്കാരം. എല്ലാ ദിവസവും തസ്ബീഹ്സ്കാരം നട്ടുച്ചക്ക് നിസ്കരിക്കാൻ പാടില്ല, 12 മണിക്കൊന്നും ഹറാമാണ്. കാരണം തസ്ബീഹ്സ്കാരം മുത്തലക്കായ സുന്നത്തസ്കാരത്തിൽ പെട്ടതാണ്. വെള്ളിയാഴ്ച ആ നിയമമില്ല, വെള്ളിയാഴ്ച ആ നട്ടുച്ചൻ്റെ നിയമമില്ല എന്ന് നമുക്കറിയാലോ. ഇപ്പോൾ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുകയല്ല, നമുക്ക് സമയം അനുവദിക്കുന്നില്ല അതിന്. തസ്ബീഹ്സ്കാരം ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടുന്ന 4-ാമത്തെ ഒരു ഇബാദത്താണ്. 5 ഖിയാമു റമദാൻ, തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരത്തോടെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ബുഖാരിയിലുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട് ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ബുഖാരി. അയാളുടെ എല്ലാ തെറ്റും പൊറുക്കും. കൂട്ടുകാരായ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെൺകൊടികളെ, ഒരൊറ്റ ദിവസത്തെയും നമുക്കുള്ള തറാവീഹ് ഒഴിവാക്കരുത്. ഇപ്പം പുതിയൊരു കോൺസെപ്റ്റ് വന്നതാ. ബീച്ചിലെ ഇഫ്താറിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയണത്, ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള ഇഫ്താറിനെ കുറിച്ചല്ല പറയണത്. റമദാനിൽ ഹറാമുണ്ടാവാൻ വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലേ നമ്മളെ കുട്ടികൾക്ക്. റമദാനിൽ ഹറാമ് ചെയ്താൽ സാധാരണ കാലത്തുള്ള കുറ്റമല്ല കേട്ടോ, റമദാനിലെ ഹറാമ് കടുപ്പപ്പെട്ടതാണ്. റമദാനെങ്ങാനും എതിര് നമുക്ക് സാക്ഷി നിന്നാൽ, ഇവനിതാ ബീച്ചിലും പോയിട്ട് ഓൻ്റെ ക്ലാസ്മേറ്റ്സ് ആണും പെണ്ണും കൂടി ഇഫ്താർ നടത്തിയെന്നെങ്ങാനും റമദാൻ നമ്മളെക്കുറിച്ച് എതിര് സാക്ഷി നിന്നാൽ പിന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. റമദാനും ഖുർആനും ഒരാൾക്കെതിരായാൽ പിന്നെ അയാൾ രക്ഷപ്പെടൂലത്ര. ഞാൻ അതിനെക്കുറിച്ചല്ല പറയണത്. ഇപ്പം തുടങ്ങി അന്നാണ് തറാവീഹ് ഒരു 10 കഴിഞ്ഞാൽ വരിക, 4 കഴിഞ്ഞാൽ വരിക, 16 റക്അത്താകുമ്പോൾ വരിക. ആദ്യം വന്നാൾ തിരിച്ചു പോയി. ഇതെന്താ റിലേയാ, ബാറ്റം കൈമാറിയിട്ട് പോവാന്? തറാവീഹ് 20 റക്അത്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് 10 ജുസു ഖുർആൻ ഓതുന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വേഗം തീരണം എന്നല്ല ഒരു വിചാരിച്ചേക്കുന്നത്. തറാവീഹിന് ശേഷം മാത്രം ഓതിയ ഖുർആൻ പാരായണം 3 ദിവസം കൊണ്ട് ഖത്മു തീർക്കും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെറിയ പെരുന്നാളിൻ്റെ ദിവസം വഫാത്തായ ബുഖാരി വാങ്ങും. കണ്ടോ, അവരുടെ ഒക്കെ ഇബാദത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ മഹ്ശറിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു 4 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് വീട്ടിലേക്ക് പോവുക, അങ്ങനെയൊന്നും ആവരുത്. ഈ വർഷത്തെ 30 തറാവീഹും ഞാൻ 20 റക്അത്ത് കൃത്യം നിസ്കരിക്കുമെന്ന സ്ട്രോങ് തീരുമാനം നമ്മളങ്ങ് എടുക്കണം. എല്ലാം മൂത്രമെല്ലാം ഒഴിച്ച് അടിപൊളിയായി വുളു എടുത്ത് റമദാൻ്റെ രാത്രിയിലുള്ള കുളിയൊക്കെ സുന്നത്തായ കുളി എന്ന് കരുതി നേരത്തെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി ഇശാവും ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിച്ച് തറാവീഹ്. എന്ത് രസമുണ്ടാവും. വൽമുറാദു ബിഖിയാമി റമദാൻ സ്വലാത്തു തറാവീഹ് വത്തഫഖൽ ഉലമാ വല ഇസ്തിഹ്ബാബിഹാ. ഈ ഹദീസിൽ പറഞ്ഞ നിസ്കാരം തറാവീഹ് എന്ന് ഇമാം പറഞ്ഞല്ലോ, ഫത്ഹുൽ ബാരി ഉദ്ധരിച്ചല്ലോ, മെർക്കാത്തെടുത്ത് കൊണ്ടുവന്നല്ലോ. തറാവീഹ് നിസ്കരിക്കണം. ഈ തറാവീഹിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ എന്താ, അള്ളാഹ്ക്ക് വേണ്ടി തറാവീഹ് നിസ്കരിച്ചാൽ എന്ന് പ്രത്യേകം ഹദീസിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, മിക്കപ്പോഴും ആൾക്കാർ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ഭാര്യ വീട്ടിൽ ഇപ്പോൾ ഉറങ്ങിയാൽ ഭാര്യൻ്റെ ഉമ്മയും ഭാര്യയും എന്തെങ്കിലും വിചാരിക്കും, ഈ ചങ്ങായാലും കുറേ പഠിച്ചിട്ട് തറാവീഹ് ബോർ പരിപാടിയാണ്. സ്വന്തം പേർക്കൊന്നും ഉമ്മ എന്തായാലും വിടൂല. റോഡിൻ്റെ തെരുവിലിരുന്നാൽ നാട്ടുകാർ കളിയാക്കും. അതുകൊണ്ട് പിന്നെ തറാവീഹ് നിസ്കരിക്കലല്ലാണ്ട് രക്ഷയില്ലല്ല എന്ന് വിചാരിച്ച് പള്ളിയിൽ പോണ്ടാണ്. അതാണ്ടാണ് മുഹ്തസിബൻ, അല്ലെങ്കിൽ
മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞത് എന്ന് കിതാബുകളിൽ കാണാം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഏത് കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അക്കാര്യം 90% ആൾക്കാരും ദുനിയാവിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നാണ്. ഇപ്പം അത് വിശദീകരിക്കാൻ നേരമില്ല. അടുത്തത് ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയാൽ അയാളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കും. അടുത്തത് ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ ദിക്റിൽ അയാളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കും. ഞാനിതൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരു CM-കാരനായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചോദിച്ചു, തിന്നിട്ട് നമ്മൾ ദിക്റിൽ കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ? തിന്നാനേതായാലും അള്ള തന്ന്, എന്നിട്ടും കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ? അള്ളാഹിൻ്റെ സ്നേഹം. ആ കുട്ടി പറയാം. ഓൻ പറഞ്ഞപ്പോഴാണ് ഞാനും ആ പാർട്ടും ആ എലമെൻ്റ് ആലോചിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ എന്ന് നമ്മൾ ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഈ ദിക്റിൽ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അയാളുടെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ ഓർക്കുമെന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്ത് തെറ്റില്ലാത്ത നല്ല ജീവിതവും കൊടുക്കും. ഇത്തരത്തിലെ 16 കാര്യങ്ങളെ ഖുറത്തുൽ ഐനിന്റെ വ്യാഖ്യാനമായ നിഹായത്തു സൈൻ എടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അടുത്തത് 8-മത്തത് ഇമാമിൻ്റെ കൂടെ ആമീൻ എന്നുള്ളത്. വലല്ലാഹി കഴിഞ്ഞിട്ട് ആമീൻ ഇമാമിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ അയാളുടെ ദോഷങ്ങൾ ഓർക്കും. മലക്കൾ ഇമാമിൻ്റെ കൂടെ ആമീൻ പറയും. അപ്പോൾ നമ്മുടെ ആമീന് മലക്കളുടെ ആമീൻ്റെ കൂടെ ആയാൽ കഴിച്ചലാവും. മഹാന്മാർ മലക്കളുടെ ആമീൻ കേൾക്കാറുണ്ട് എന്ന് ഷെഹ്റാൻ ഇമാമിൻ്റെ ലവാഖയിൽ വായിച്ചിട്ടുണ്ട്. അടുത്തത് നിസ്കാര ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ് സ്ഥിരം ചൊല്ലിയാൽ, അഥവാ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 100 പൂർത്തിയാക്കുന്ന ദിക്റും ചൊല്ലിയാൽ കടലിലെ നുരകളുടെ അത്രയും ദോഷങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. 10-മത്തത് സുബഹി നിസ്കാരം ജമാഅത്തോടെ നിർവഹിച്ചാൽ അയാൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അടുത്തത് ഹജറുൽ അസ്വദ് തൊട്ട് ചുംബിക്കലോടുകൂടി അയാളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കുകയും ഹജറുൽ അസ്വദ് ആഖിറത്തിൽ, ഹജറുൽ അസ്വദിന് ചുണ്ടും നാവൊക്കെ കൊടുക്കും, ആഖിറത്തിൽ പറയും അത്രേ ഇയാൾ എന്നെ ചുംബിച്ചിട്ടുണ്ട് എന്ന്. അയാൾക്ക് അതുവഴി സ്വർഗം കിട്ടുകയും ചെയ്യും. ഹജറുൽ അസ്വദിനെ കുറിച്ച് തന്നെ കിതാബുണ്ടല്ലോ. ഇനി തെക്കും തിരക്കും കൂട്ടിയിട്ട് ആൾക്കാരെ ഇടിച്ചും വീട്ടിയൊന്നും പോകാൻ പാടില്ല, അത് ഹറാമാണ്. അത്തരം സമയങ്ങളിൽ നമ്മൾ ഇഷാറത്താക്കി ചുംബിച്ചാൽ ഈ പ്രതിഫലം കിട്ടുകയും ചെയ്യും. 12-മത്തത് ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 തവണ ഒരാൾ ചൊല്ലിയാൽ അയാളുടെ എല്ലാ തെറ്റും ഒന്ന് പുറത്തു കൊടുക്കും അത്രേ. ഡെയിലി 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ, ഈ 100നെ കുറിച്ച് കിതാബുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം ദർദരി തങ്ങൾ നജ്മുദ്ദീനുൽ ഖൈത്തി തങ്ങൾ എഴുതിയ അൽ ഇബ്തിഹാജ് എന്ന ഇസ്രാ മിഅ്റാജിന്റെ മൗലിദിന് എഴുതിയ വ്യാഖ്യാനത്തിൽ ഹാഷിയയിൽ പറയുന്നുണ്ട്, ഈ 100 എന്നുള്ളത് തുടർച്ചയായിട്ട് തന്നെ 100 ഒറ്റ ഇരുത്തത്തിന് ചൊല്ലണമെന്നൊന്നുമില്ല. രാവിലെ ഒരു 50, വൈകുന്നേരം 50 സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഡെയിലി 100 ചൊല്ലി പൂർത്തിയാക്കിയാൽ അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറക്കും. വെറുതെ ലത്തീഫൊക്കെ ഔറാദായി കൊണ്ട് നടക്കുന്ന ആൾക്ക് സിമ്പിളായി അതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ ഈ വയല് കേൾക്കുന്ന മുഴുവൻ മോമിനീങ്ങൾ ഞാനടക്കം ചിന്തിക്കേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദി എന്നുള്ളത് എല്ലാ ദിവസവും 100 ചൊല്ലണം എന്നുള്ളതാണ്. അടുത്തത് വുളൂഇന് ശേഷമുള്ള വുളൂഇന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ അയാളുടെ ദോഷങ്ങൾ പുറക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും തോറും അയാളുടെ ദോഷങ്ങൾ പുറക്കും. തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരത്തോടുകൂടി അയാൾക്ക് ദോഷങ്ങൾ പുറക്കും. ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തേരുമാറാവട്ടെ. ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ.